കലാഭവൻ മണിയൊക്കെ വരുമായിരുന്നു. പക്ഷേ എന്തെങ്കിലും പോകുമ്പം ഞങ്ങൾക്ക് നക്കാപ്പിച്ചകളെ കിട്ടും. അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഇവിടെ നിന്ന് അങ്ങോട്ട് അറിയാം. പാലത്തിനപ്പുറയായിരുന്നു പുള്ളിയുടെ വീട്. താമസിക്കാനായിട്ട് പുള്ളിക്ക് ഷോട്ടിന് വേണ്ടി മാത്രം എടുത്തിരുന്നൊരു വീട് അവിടെ കിടപ്പുണ്ട് ഇപ്പോഴും. അവിടെ ആൾ താമസമുണ്ട്. പുള്ളിയുടെ ഷോട്ടിനെല്ലാം ഈ വള്ളത്തെ കൊണ്ട് കിടന്ന് ലാസ്റ്റ് പുള്ളി പോകാറായപ്പോഴത്തേക്ക് പുള്ളി വള്ളത്തായിരുന്നു ചോദിച്ചു ഞങ്ങളോട്. പിന്നെ പോലെ എന്നാ ഈ വള്ളത്തിൻ്റെ വാടക അത് സ്വന്തമാണോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇത് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വള്ളമാണ്, സ്വന്തമായിട്ടില്ല. പുള്ളി ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? തമിഴിലാണോ? പുള്ളി മലയാളത്തിൽ സംസാരിക്കും. മലയാളിയോട് മലയാളത്തിൽ സംസാരിക്കുക. അതായത് സിനിമാടന്മാരുടെ കൂട്ടത്തിൽ ഒഴുകി സംസാരിക്കുന്ന പുള്ളി മാത്രമേ ഉള്ളൂ. അതായത് അത്ര പാകതയോടുകൂടി ആ പുള്ളി നമ്മൾ ചോദിക്കുന്നതിൻ്റെ മറുപടികൾ പറയും. ഒരു സെൽഫി എടുക്കണമെന്ന് തോന്നിയാൽ അന്നേരം തന്നെ അവരെ വിളിച്ച് അടുത്തോട്ട് കൊടുക്കുക. പുള്ളി അങ്ങനെ എല്ലാവരുമായിട്ട് വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണത്. അത്ര താല്പര്യമാണ്. അപ്പം പുള്ളി പോകാറായപ്പോഴത്തേക്ക് ആ വള്ളത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് ഞാൻ പറയും ഇത്ര രൂപ ഒരു വള്ളം വേണമെങ്കിൽ 50,000 രൂപയുടെ ചെക്ക് എഴുതി അപ്പോഴേ തരിക വള്ളം മേടിക്കാൻ. അത്രയും ഒരു മനുഷ്യനാണ്. കൊടുത്തു. അതായത് ഇവിടെ വന്നിരിക്കുന്ന കൂട്ടത്തിൽ സിനിമാടന്മാരുടെ കൂട്ടത്തിൽ തന്നിരിക്കുന്ന ഒരു മനുഷ്യൻ. ഇത്രയും പാരിതോഷ്യം. കലാഭവൻ മണിയൊക്കെ വരുമായിരുന്നു. പക്ഷേ എന്തെങ്കിലും പോകുമ്പം ഞങ്ങൾക്ക് നക്കാപ്പിച്ചകളെ കിട്ടും.